ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मुगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 പ്രഥമ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം ആണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളിവിടെ വരെ എത്തി. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് അധ്യായങ്ങളുണ്ട് ഈ ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ സ്കന്ധത്തിൽ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്കത് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ അടുത്ത സ്കന്ധത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇനിയും അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സെക്ഷൻസ് ഈ ഒരു ക്യാൻറ്റോയിൽ അല്ലെങ്കിൽ ഈ സ്കന്ധത്തിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ ക്യാൻറ്റോ കുറച്ച് ടെക്നിക്കലാണ്. സൃഷ്ടിയെക്കുറിച്ചും ഒക്കെയാണ് കൂടുതലും അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ കുറച്ച് അവിടെ സ്റ്റോറി ഇല്ല. സ്റ്റോറി ലൈൻ വരുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സെക്ഷനൊക്കെ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ 3-ാമത്തെ സ്കന്ധത്തിലും അതേപോലെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതൊക്കെ ഫിലോസഫി ആണെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങളാണെങ്കിലും കഥയില്ലെങ്കിലും ഭാഗവതമാണ്. ഭഗവാന്റെ അവതാരമാണ് ശ്രീമദ് ഭാഗവതം. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. കഥ മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ കഥയൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തത്വങ്ങൾ അറിയണം. തത്വങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഈ കഥകൾക്ക് പ്രസക്തിയില്ല. ആക്ച്വലി ഈ തത്വങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആക്ച്വലി തത്വങ്ങൾ മാത്രം ആവുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ നമുക്ക് മനസ്സിലാക്കുവാൻ. അതിനനുസരിച്ച് ഭഗവാൻ ലീലകൾ ചെയ്യുന്നു. ഭഗവാനും ഭഗവാന്റെ ഭക്തരും കൂടെ ഒരുപാട് ലീലകൾ ചെയ്യുന്നു. അതനുസരിച്ച് നമുക്ക് പ്രാക്ടിക്കലി പഠിക്കുവാനും മനസ്സിലാക്കാൻ എളുപ്പവും ആവുന്നു. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം. നമുക്ക് നോക്കാം. ഇതുവരെ
നമുക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കുറേ ഭക്തർക്ക് ബോറായിട്ടുണ്ടാവും, അത് നമുക്കറിയാം തീർച്ചയായിട്ടും. കാര്യം ഈ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, നമ്മൾ ഒരു വർഷം മുമ്പ് തുടങ്ങിയ സമയത്ത് എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ എത്ര പേര് ക്ലാസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സോ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരുപക്ഷെ റിപ്പീറ്റായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഭാഗവതത്തിൽ ഭഗവാൻ വ്യാസദേവനും റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് പലതും. ശീല പ്രഭുപാദിയും റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. അത് നമുക്കൊരു പക്ഷേ അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ടതിലെ അറിയാവുന്ന കാര്യമല്ലേ എന്ന് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ കാരണങ്ങളായിരിക്കാം. എന്താണെങ്കിലും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എത്ര കേട്ടാലും നമുക്ക് പരിവർത്തനം വരാത്ത ആളുകളാണ്. അപ്പോൾ ഇത്രയും റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ? അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗവതത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങളുടെ ആ പുറകിലുള്ള ആ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു ശരിയായിട്ടുള്ളൊരു ഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് പലതും ബോറിംഗ് ആയിട്ട് തോന്നും. അതങ്ങനെയാണ്. കാര്യം നമ്മുടെ ചെവികൾക്ക് സുഖം തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ, ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ളത്, അത് മാത്രം ആക്സെപ്റ്റ് ചെയ്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ പല വെറൈറ്റീസും പല കാര്യങ്ങളും നമ്മൾ അതിൽ ആസ്വദിച്ച് നമ്മുടെ രീതികളെ അങ്ങനെയായി. അപ്പം അതുകൊണ്ട് ഒന്നും നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരേ കാര്യം തന്നെ കേൾക്കുന്നതോ, ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം തന്നെ എടുത്താൽ എല്ലാ ദിവസവും ചോറും സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു 2 ദിവസം അടുപ്പിച്ച് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കും, ഇത് എന്നും ചോറും സാമ്പാറേ ഉള്ളൂ എന്ന് ചോദിക്കും. കേരളത്തിൽ അങ്ങനെയാണ്. കേരളത്തിലെ മെനു ആയതുകൊണ്ട് പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എന്നും ദാലും ചാവലേ ഉള്ളൂ എന്ന് ചോദിക്കും. എല്ലാ ദിവസവും അത് തന്നെ. അപ്പോൾ അത് പോരാ. അപ്പോൾ ഇടയ്ക്ക് ചപ്പാത്തി ആവണം, ഇടയ്ക്ക് വേറെ ഗോബി മഞ്ചൂരിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വെറൈറ്റീസ് കഴിക്കുമ്പോൾ ഇഷ്ടമാണ്, സമാധാനമാണ്. അങ്ങനെ നമ്മൾ, അത് ചെറിയൊരു എക്സാമ്പിൾ മാത്രം. അതേപോലെയാണ് എല്ലാം. ഈവൻ റിലേഷൻഷിപ്സിലും തമ്മിൽ ബോറിംഗ് ആണ്. റിലേഷൻഷിപ്പിലും ബോറിങ് വരുന്നു. എന്നും കാണുന്ന ആൾ എല്ലാം അറിയാം. അവിടെയും വെറൈറ്റീസ് വേണം. അങ്ങനെയാണ് പല ആളുകളും വേറെ ആളുകളെ നോക്കി പോകുന്നത്. അത് അങ്ങനെയും സംഭവിക്കുന്നു. ഈ ലോകം അങ്ങനെ പോകുന്നൊരു ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയുമൊക്കെ പ്രതീക്ഷിക്കാനേ സാധിക്കുകയുള്ളൂ. ആധ്യാത്മിക കാര്യങ്ങളിൽ പല കാര്യങ്ങളും റിപ്പീറ്റഡ്ലി പറയുമ്പോഴും കേട്ട കാര്യങ്ങളും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും അത് ബോറായിട്ട് തോന്നുന്നതിന് അത്ഭുതമില്ല. കാര്യം നമ്മളതിനെ യൂസ്ഡ് ആയിപ്പോയി. നമ്മുടെ ചെവികളും നമ്മുടെ മനസ്സും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും അത് ചെയ്ത് അങ്ങനെയായിപ്പോയി. പക്ഷേ അത് നിർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്, നമുക്കൊരു അതിന് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കതിനോട് മടുപ്പ് തോന്നും. അതങ്ങനെയാണ് അതിൻ്റെ നേച്ചർ. അത് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഭൗതികമായിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. ഏത് ഇന്ദ്രിയ സുഖഭോഗമാവട്ടെ, ഒരു പരിധിക്കപ്പുറം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതങ്ങനെയാണത്. സൃഷ്ടിയുടെ ഭാഗമായിട്ട് അതങ്ങനെയാണ് ആക്ച്വലി. പക്ഷേ ആധ്യാത്മിക കാര്യങ്ങൾ അങ്ങനെയല്ല. എത്ര കേട്ടാലും എത്ര വായിച്ചാലും കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിലും നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല. അതാണ് ആധ്യാത്മിക കാര്യങ്ങളുടെ പ്രത്യേകത. ആക്ച്വലി പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതാണ് അതിൻ്റെ ആക്ച്വൽ നേച്ചർ. രണ്ട് ഓപ്പോസിറ്റ്, അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ആധ്യാത്മിക തലത്തിലുള്ളതും തമ്മിലുള്ള രണ്ട് അറ്റത്തുള്ള കാര്യങ്ങളാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, മടുപ്പ് വരും നമുക്ക് പെട്ടെന്ന്. എത്ര ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ചെയ്താലും അതിനൊരു അവസാനം ഉണ്ടാവില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ്, അത്രയേ ഉള്ളൂ. കൂടുതൽ ഒരു പ്രാവശ്യം കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കും. സമാധാനം എവിടെ കിട്ടാനാ? പിന്നെ അടുത്തതിലേക്ക് പോകും. അപ്പോൾ അതിനൊരു അവസാനമില്ല. പിന്നെ അവിടെയും വെറൈറ്റീസ് ഒരുപാട് വേണം, ഇല്ലെങ്കിൽ നമുക്ക് ബോറാവും.
എന്നാൽ ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ആക്ച്വലി റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് റിയലൈസ് ചെയ്യാനും സാധിക്കണം. ആക്ച്വലി സാധിക്കും. അങ്ങനെയാണ് ആധ്യാത്മിക കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ത്രിഗുണങ്ങളുടെ അധീനതയിലായതുകൊണ്ട് നല്ലത് കാണിച്ചു തന്നാൽ നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ചീത്ത കാര്യങ്ങൾ കണ്ട് നല്ലത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി നമ്മളെല്ലാവരും. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ ചില ഭാഗങ്ങൾ ഭാഗവതത്തിൽ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും, കുറച്ച് ഫിലോസഫിക്കലായി തോന്നും, തത്വങ്ങളായിട്ട് തോന്നും, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതായിട്ട് തോന്നും. പക്ഷേ ക്ഷമയോടുകൂടി നമ്മളത് കേട്ട് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു റിസൾട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ ഈ ഭാഗം മാത്രമേ 12 സ്കന്ധം ഉണ്ട്. ഭഗവാൻ കൃഷ്ണേ സുധാമോ പകതേ ആ ശ്ലോകത്തിൽ പറയുന്നു, കലോ നഷ്ട ദൃശാമേഷാം പുരാണാർക്കോ അധുനോദിത. ഭാഗവതമായിട്ട് അദ്ദേഹം അവതരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അവതരിക്കുന്നത് ഭാഗവത രൂപത്തിൽ. എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല എവിടെയും ഇതിലെ ദശമസ്കന്ധം മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ 8ാമത്തെ സ്കന്ധം മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, 1ാമത്തെ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാറ്റഗറൈസേഷനും എവിടെയും പറഞ്ഞിട്ടില്ല. ദശമസ്കന്ധം ഭാഗവതത്തിൻ്റെ ഹൃദയമാണെന്ന് നമ്മൾ പറയും എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള സ്കന്ധങ്ങളെ എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ശീലപ്രഭുജി ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ഒരു ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുമുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ. ദശമസ്കന്ധത്തിലെ കൃഷ്ണനും വ്രജവാസികളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഭക്തി, ആ ഒരു ആ ലീലകൾക്കുള്ള പ്രാധാന്യം എത്രമാത്രമുണ്ടോ അതേപോലെ പ്രാധാന്യമുണ്ട് കൃഷ്ണനും പാണ്ഡവരും കൂടെയുള്ള ലീലകളും എന്നുള്ളത്. അതേപോലെ പ്രാധാന്യമുണ്ട്. അവരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ് ആക്ച്വലി. സോ അതാണ് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ട്. കാര്യം ഭക്തി എന്ന് പറയുന്നതിന് ഉത്സാഹ, നിശ്ചയ, ധൈര്യ, ഉത്സാഹം വേണം. അത് തുടക്കത്തിൽ മാത്രമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട്. തുടക്കത്തിൽ മാത്രം ഉത്സാഹം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഉത്സാഹം കുറച്ച് കഴിഞ്ഞ് കെട്ടുപോകും. നിലനിൽക്കുന്നില്ലെങ്കിൽ അത് കാര്യമില്ലാത്ത ഉത്സാഹമാണ് ആക്ച്വലി. നിശ്ചയ, ഡിറ്റർമിനേഷൻ, തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതാണ്. ഗുരുജനങ്ങൾ പറയുന്നത് എനിക്ക് 100% വിശ്വാസമുണ്ട്. ശീലപ്രഭുപാദൻ്റെ വാക്കുകളിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ഇത് ഫോളോ ചെയ്തവർക്കൊക്കെ സക്സസ് ഉണ്ടായിട്ടുണ്ട്, പ്രൂഫുണ്ട്, എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതാരുടെയും ഊഹാപോഹമല്ല. അതൊക്കെ മനസ്സിലാക്കി നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതും അത്യാവശ്യമാണ്. മൂന്നാമത് പറയുന്നത് പേഷ്യൻസ്, ധൈര്യ. പേഷ്യൻസും അത്യാവശ്യമാണ്. കാര്യം ഇന്നേക്ക് നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എത്രമാത്രം മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് അതനുസരിച്ചിരിക്കും. അതേപോലെ എത്രമാത്രം നമ്മുടെ ആത്മാർത്ഥപരമായിട്ടുള്ള ശ്രമവും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതും അതിൻ്റെ പുറകിൽ അതൊക്കെ ഫാക്ടേഴ്സാണ്. അതേപോലെ നമ്മൾ എത്രമാത്രം ശരണാഗതി പ്രാപിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലും ഭഗവാന്റെ തൃപ്പാദങ്ങളിലും. അഹങ്കാരമുണ്ടോ, അസൂയുണ്ടോ മറ്റുള്ളവരോട്, ഇതൊക്കെ ഫാക്ടേഴ്സാണ്. ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യും നമ്മുടെ പ്രോഗ്രസ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് പ്രോഗ്രസ്സും ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണെങ്കിലും ഓരോ വാക്കുകളും ശില സുഖദേവ് ഗോസ്വാമി വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷിത് മഹാരാജാവ് 12 സ്കന്ധവും കേട്ടിട്ട് ഒരു ശ്ലോകവും പോലും പരീക്ഷിത് മഹാരാജ് പറഞ്ഞിട്ടില്ല, ഇത് ബോറിംഗ് ആണ്, എനിക്കിത് കേൾക്കണ്ട, അങ്ങ് കുറച്ചുകൂടെ സ്പീഡിൽ പോകും, എനിക്ക് ദശമസ്കന്ധത്തിലേക്ക് എത്തൂ. ഇത് സമയമില്ലേ, എനിക്ക് ആകെ 7 ദിവസമേ ഉള്ളൂ, പെട്ടെന്നാവട്ടെ. ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പാണ്. 7 ദിവസം ടൈം കൊടുത്തു, ഉറപ്പാണ് 7ാമത്തെ ദിവസം അദ്ദേഹം മരിക്കുമെന്നുള്ളത്. ആ വ്യക്തിക്ക് പോലും ഒരു
വ്യാകുലത ഉണ്ടായിരുന്നില്ല. ഓ, ഇത് 12 സ്കന്ധം തീരുമോ എന്നുള്ളൊരു വ്യാകുലത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാം ഭഗവാന്റെ ലീലകൾ, വൃന്ദാവനത്തിലെ ലീലകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് തുടക്കം മുതൽ ശുഗദേവ് ഗോസ്വാമി എന്താ പറയുക, ചെറുതിന്ന് തുടങ്ങി 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 മുകളിലോട്ട് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പടിപടിയായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇടയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല പൊക്കോളൂ, ഇവിടുന്ന് ചാടി പൊക്കോളൂ, 10ലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ശുഗദേവ് ഗോസ്വാമി നിർത്തി മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് വിടുന്നുണ്ടായിരുന്നില്ല. ആ എന്തോ പറഞ്ഞു, അങ്ങ് ആരെക്കുറിച്ചോ പറഞ്ഞല്ലോ, എനിക്ക് അതൊന്ന് കേൾക്കണമെന്നുണ്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ മുഴുവൻ ശുഗദേവ് ഗോസ്വാമി പറയും. അപ്പോൾ അതാണ് ഒരു ശരിയായിട്ടുള്ള ഭക്തൻ്റെ ഒരു ഭാവം. അപ്പോൾ എനിവേ, നമുക്ക് നമ്മുടെ നല്ലൊരു എക്സാമ്പിളാണ് പരീക്ഷിത്ത് മഹാരാജാവും ശുഗദേവ് ഗോസ്വാമി. പറയുന്ന ആൾക്കും ബോറടിച്ചിട്ടില്ല, കേൾക്കുന്ന ആൾക്കും ബോറടിച്ചിട്ടില്ല. ആ സഭയിലുണ്ടായിരുന്ന സൂത ഗോസ്വാമിയും മറ്റുള്ള ഋഷിവര്യന്മാരും അവർക്കും ബോറൊന്നും വന്നിട്ടില്ല. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. ആ സഭയിലുണ്ടായിരുന്ന സൂത ഗോസ്വാമിയാണ് പിന്നീട് നൈമിഷാരണ്യത്തിൽ ശൗനകാദ ഋഷികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. സോ ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഓർക്കാം. ഇപ്പം നമ്മുടെ അവസ്ഥ നമ്മൾ അറിയണം എപ്പോഴും. ഇടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും, എനിക്കും കൂടി. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പറയുന്നതെല്ലാം, ഞാൻ ക്ലാസ്സുകളിൽ പറയുന്ന മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊരു അവസരം നിങ്ങൾ തരുന്നതുകൊണ്ട് എന്നോട് തന്നെ പ്രീച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാര്യം നിങ്ങളിൽ പലവരും ഒരുപാട് മുന്നിലാണ് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതൊന്നും ചിലപ്പോൾ ആവശ്യമുണ്ടാവില്ല. എന്നാൽ എൻ്റെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നതാണ്. അത് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, അതങ്ങനെ വരുമ്പോൾ ഭഗവാൻ തോന്നിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ശ്ലോകം നോക്കാം. 11ാമത്തെ ചാപ്റ്ററിലെ 39. തമ്മിനീരേ ബലാമൂഢാഃ സ്ത്രൈണം ചാനുവ്രതം രഹാഃ അപ്രമാണാ വിദോ ഭ്രാതുർ ഈശ്വരം മതയോ യഥാ. യെസ്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമ്മേ നിരേ അബലാ മൂഢാഃ സ്ത്രൈണം ചാനുവൃതം രഗഃ അപ്രമാണവിദോ ഭർതൃൻ ഈശ്വരം മതയോ യഥാ. വിവർത്തനം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമ്മേ നിരേ അബലാ മൂഢാ സ്ത്രൈണം ചാനുവ്രതം രഹാഃ അപ്രമാണവിദോ ഭർതു ഈശ്വരം മതയോ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമ്മേ നിരേ ബലാ മൂഢാ സ്ത്രൈണം ചാനുവ്രതം രഹഃ അപ്രമാണവിദോ ഭർതൂരീശ്വരം മതയോ യഥാ. ഹരേ കൃഷ്ണ. നിരേ ബലാമൂഢാ സ്ത്രൈണം ചാനുവ്രതം രഹഃ അപ്രമാണാവിദോ ഭർതൂ ഈശ്വരം മതയോ യഥാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തമ്മേ ബലാമൂഢാ സ്ത്രൈണം ചാനുവ്രതം രഹഃ അപ്രമാണവിദോ ഭർതൂ ഈശ്വരം മതയോ യഥാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, ലാസ്റ്റ് ഒരാളും കൂടെ വായിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ ഫൈനലി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. കേൾക്കില്ലേ പ്രഭു? ഇപ്പൊ കേൾക്കാം. ഇടയിൽ ഓക്കെ, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. തമ്മേ നിരേ ബലാമൂഢ സ്ത്രൈണം ചാനുവ്രതം രഹഃ അപ്രമാണവിദോ ഭർതുരീശ്വരം മതയാ യഥാ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിക്കാത്തവർ അടുത്ത ശ്ലോകത്തിൽ വായിക്കാം. ഓക്കെ, സോ വിവർത്തനം ഭാവാർത്ഥം ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്.
ശുദ്ധഹൃദയരും അതിലോലകളുമായ സ്ത്രീജനങ്ങൾ, ഭഗവത് പത്നിമാർ, അവരുടെ പ്രിയതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അനുവർത്തിക്കുന്നവനെന്നും അവരാൽ നിയന്ത്രിക്കപ്പെടുന്നവനെന്നും സത്യമായും ധരിച്ചിരുന്നു. ഭഗവാൻ പരമനിയന്താവെന്ന വസ്തുത നാസ്തികർക്ക് ബോധ്യമല്ലാത്തതുപോലെ അവരുടെ പതിദേവന്റെ മാഹാത്മ്യങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അവർ പൂർണ്ണ ബോധവതികളായിരുന്നില്ല. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ പത്നിമാർ പോലും അത്യഗാധമായ ഭഗവത് മാഹാത്മ്യങ്ങളെക്കുറിച്ച് പൂർണ്ണാഭിജ്ഞരായിരുന്നില്ല. ഭഗവാനും അദ്ദേഹത്തിന്റെ നിത്യസഹചാരികളും തമ്മിലുള്ള അന്യോന്യ വികാര വിനിമയത്തിൽ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ചില പ്രഭാവങ്ങളുണ്ട്. തന്നിമിത്തം ഈ അജ്ഞത ഭൗതികമല്ല. അതീന്ദ്രിയ ആധാരധേയ ഭാവ വിനിമയം ഉടമസ്ഥൻ, യജമാനൻ, മിത്രം, പുത്രൻ, കാമുകൻ എന്നീ 5 വിധത്തിലാകുന്നു. മാത്രവുമല്ല, ഈ ഓരോ ലീലകളിലും അദ്ദേഹം യോഗമായ അഥവാ അന്തരംഗ ശക്തിയെ പൂർണ്ണമായും പ്രദർശിപ്പിക്കുന്നു. ഗോപബാലകന്മാരോട് അല്ലെങ്കിൽ അർജുനനെ പോലുള്ള മിത്രങ്ങളോട് അവർക്ക് തുല്യരെന്ന പോലെ ഒരു ഉത്തമ സുഹൃത്തായി അദ്ദേഹം പെരുമാറുന്നു. യശോദാ മാതാവിന്റെ സമക്ഷം ഒരു പുത്രനെ പോലെയും, വൃന്ദാവനത്തിലെ ഗോപകന്യകമാരോട് ഒരു കാമുകനെ പോലെയും, ദ്വാരകയിലെ പത്നിമാരുടെ സാമീപ്യത്തിൽ ഒരു നല്ല ഭർത്താവിനെ പോലെയും ഭഗവാൻ വളരെ തന്മയത്വത്തോടെ പെരുമാറുന്നു. അവണ്ണമുള്ള ഭഗവത് ഭക്തർ ഭഗവാൻ പരമപുരുഷനാണെന്ന ചിന്ത അല്പം പോലുമില്ലാതെയും അതേസമയം അദ്ദേഹത്തെ ആത്മാവിനും മനസ്സിനും ഹൃദയത്തിനും അത്യന്തം പ്രിയപ്പെട്ട ഒരു സാധാരണ മിത്രമായും പ്രിയപുത്രനായും അല്ലെങ്കിൽ കാമുകനായും അല്ലെങ്കിൽ ഭർത്താവായും ഒക്കെ കരുതുന്നു. അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളുള്ള ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സഹചാരികളായി വർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ഭക്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധം അവണ്ണമാകുന്നു. ഭഗവത് സൃഷ്ടിയെ അടക്കി ഭരിക്കാനായി ലൗകിക ഛായയുടെ ലാഞ്ചയില്ലാത്ത ഭഗവത് പ്രേമവും ഭക്തിയും മാത്രമുള്ള അതീന്ദ്രിയ ലോകത്തിന്റെ പൂർണ്ണ ചിത്രം ഭൗതിക ലോകത്ത് പ്രകടമാക്കാനായി ഭഗവാൻ അദ്ദേഹത്തിന്റെ പാർഷദരോടൊപ്പം അവതരിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ ഭക്തരും തന്നെ മുക്താത്മാക്കളാണ്. അവർ ഭഗവാന്റെ തടസ്ഥ ശക്തിയിലോ ആന്തരിക ശക്തിയിലോ ഉള്ളവരാണ്. ഒരിക്കലും അവർ ബഹിരംഗ ശക്തിയുടെ സ്വാധീനത്തിൽ പെടുന്നില്ല. ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ സ്വാധീനത്താൽ അദ്ദേഹത്തിന്റെ എണ്ണമറ്റ മഹാത്മ്യങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിമാർ വിസ്മരിച്ചു. അന്യോന്യ വൈകാരിക വിനിമയങ്ങളിൽ തടസ്സമുണ്ടാകാതിരിക്കാനാണ് അപ്രകാരം ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം അവരെ ഒരു അനുസരണയുള്ള ഭർത്താവിനെ പോലെ ഏകാന്ത സ്ഥലങ്ങളിൽ പിന്തുടരുകയും ചെയ്തു. തങ്ങളുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഭഗവാൻ എന്ന് അവർ വിചാരിച്ചു. അന്യഥാ ഭഗവാന്റെ സ്വകീയ സഹചാരികൾക്ക് പോലും അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആകയാൽ പ്രബന്ധരചയിതാക്കൾക്കും അല്ലെങ്കിൽ മാനസിക ഊഹോപോഹങ്ങൾ നടത്തുന്നവർക്കും ഭഗവത് മഹാത്മ്യങ്ങളെക്കുറിച്ച് എന്താണ് അറിയാൻ കഴിയുക? പ്രപഞ്ച ഉൽപ്പത്തിക്ക് അദ്ദേഹം കാരണഭൂതനായതിന്റെയും സൃഷ്ടിഘടകങ്ങളെക്കുറിച്ചുമൊക്കെ മാനസിക ഊഹോപോഹം നടത്തുന്നവർ വ്യത്യസ്ത പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നാൽ അവയൊക്കെ ഭഗവാനെ സംബന്ധിച്ച ഭാഗിക ജ്ഞാനം മാത്രമേ ആകുന്നുള്ളൂ. പരമാർത്ഥത്തിൽ അവർ സാമാന്യ ജനങ്ങളെപ്പോലെ തന്നെ അജ്ഞരാണ്. ഭഗവാനെ ഭഗവത് കൃപയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതൊഴികെ ഭഗവാനെ അറിയാൻ യാതൊരു മാർഗവുമില്ല. എങ്കിലും ഭഗവാന്റെ പത്നിമാരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ശുദ്ധമായ അതീന്ദ്രിയ പ്രേമത്തിലും ഭക്തിയിലും അധിഷ്ഠിതമാകയാൽ പത്നിമാരെല്ലാം തന്നെ ഭൗതിക മാലിന്യങ്ങളില്ലാത്ത അതീന്ദ്രിയ തലത്തിലാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാ പ്രവേശം എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ ഈ ശ്ലോകത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നു ശില സുഗതേ ഗോസ്വാമി. ദ്വാരകയിലുള്ള രാജ്ഞിമാർക്ക് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ആ ഒരു ശക്തികളെക്കുറിച്ചും ഒന്നും അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, ശിലപ്രഭുജി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ സ്വന്തം ഭർത്താവിനെ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത്. അവിടെ ഭഗവാൻ എന്ന് പറയുന്നൊരു ഫീലിംഗ് അവർക്കില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ശരിയാവില്ല. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളൊരു ഫീലിംഗ് വരുവാണെങ്കിൽ സ്നേഹം ഫ്രീ ഫ്ലോയിങ് ആയിരിക്കില്ല, അല്ലേ? അവിടെ ഒരുപാട് ബഹുമാനവും അല്ലെങ്കിൽ ഒരുപാട് ആദരവും ഒക്കെ കൂടി ആ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഏത് റിലേഷൻസും അങ്ങനെയാണ്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ റിലേഷൻ അങ്ങനെയാണ് എപ്പോഴും. വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഇപ്പോൾ ദ്വാരകയിലെ പത്നിമാരാണെങ്കിലും ഈവൻ വൃന്ദാവനത്തിലെ വ്രജവാസികളും അവർക്കൊക്കെ കൃഷ്ണനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണോ ആ റിലേഷൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും അവർക്കറിയില്ല. ആരും കാണുന്നില്ല, ആരും വിചാരിക്കുന്നില്ല അത് പരമദിവ്യത്വം പുരുഷനാണെന്നുള്ളത്. അങ്ങനെയുള്ളൊരു വിചാരം വരുവാണെങ്കിൽ ആ ശരിയായിട്ടുള്ള ആ സ്നേഹം കൈമാറാൻ സാധിക്കില്ല. ആ ലവ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം വേണം, അല്ലേ? അപ്പോൾ അതാണ് കൃഷ്ണനും കൃഷ്ണൻ്റെ ഭക്തരും തമ്മിലുള്ള റിലേഷൻസ് അങ്ങനെയാണ്. നേരെ മറിച്ച് വൈകുണ്ഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വൈകുണ്ഠത്തിലെ അവസ്ഥ വ്യത്യാസമുണ്ട്. അവിടെ ദാസ്യരസം ആണ് കൂടുതലും. മാധുര്യരസം ഉണ്ട് ലക്ഷ്മി ദേവിക്ക്. എന്നാലും അവിടെയും പരമദൈവത്വം പുരുഷനാണ് എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അവർക്ക്, അത് ലക്ഷ്മി ദേവിക്ക്. എന്നാൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതാണ് ഇവിടെ ശിലപ്രഭാജി പറയുന്നത്. യോഗമായ അല്ലെങ്കിൽ ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഭഗവാൻ പല കാര്യങ്ങളും കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശരിക്കും ആ റിലേഷൻഷിപ്പിൽ ഏത് ഫീലിംഗ് ആണോ വരേണ്ടത് ആ ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ യശോദ റാണിക്കും യശോദ അമ്മയ്ക്ക് കൃഷ്ണൻ മകനുമായിട്ടുള്ള ലവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൈമാറണമെങ്കിൽ ആ മകനാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിലേ യശോദ റാണിക്ക് അത് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ കൃഷ്ണനും ഭഗവാനും നമ്മൾ വിചാരിക്കും അപ്പോൾ ഈ യോഗമായ കവറിങ് ഭഗവാൻ ഭക്തരുടെ മുമ്പിൽ മാത്രമല്ല ഇട്ട് കൊടുക്കുന്നത്, ഭഗവാന്റെ മുമ്പിലും ഇടുന്നുണ്ട്. കാര്യം ഭഗവാനും ഫീലിംഗ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതെൻ്റെ അമ്മയാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പരമദൈവോത്തമ പുരുഷനാണ്, ഞാനൊരു ലീല ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുവാണ് എന്നുള്ളതല്ല. ഭഗവാനും അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻസിയൊക്കെ അദ്ദേഹം താൽക്കാലികമായിട്ട് അദ്ദേഹം കവർ ചെയ്യുന്നു. അങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു കാര്യം. ഇതെല്ലാം ഭഗവാന്റെ ശക്തികളാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം അദ്ദേഹത്തിൻ്റെ പൊട്ടൻസീസ് അല്ലെങ്കിൽ ശക്തികൾ ഉപയോഗിച്ച്. അല്ലെങ്കിൽ ദാമോദര ലീലയിലെ കൃഷ്ണൻ കരയേണ്ട വല്ല കാര്യമുണ്ടോ? എങ്ങനെ കരയും? അല്ലെങ്കിൽ കരയുവാണെങ്കിൽ അത് നാടകമാണെന്ന് പറയും. ഓ, കൃഷ്ണൻ ആക്ട് ചെയ്യുന്നതാണെന്ന് പറയും. പക്ഷെ ആക്ടിങ് അല്ല, അത് ആക്ടിങ് ആയിരുന്നില്ല, ആക്ടിങ് അല്ല. വൃന്ദാവനത്തിലെ ഒരു റിലേഷൻഷിപ്പും അങ്ങനെയല്ല. അത് ഏത് റിലേഷനാണ്, വാത്സല്യരസമാണെങ്കിൽ വാത്സല്യരസം, സുഹൃത്തുക്കളുടെ കൂടെ കളിക്കുവാണെങ്കിൽ സുഹൃത്ത് എന്നുള്ളൊരു കൺസിഡറേഷനേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അപ്പോൾ കൃഷ്ണൻ്റെ തന്നെ ആന്തരിക ശക്തി ഉപയോഗിച്ച് ഭഗവാന്റെ മുമ്പിലും ഒരു കവറിങ് ഉണ്ട്, ഭക്തരുടെ മുമ്പിലുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്കും അറിയില്ല ഇത് ഭഗവാനാണെന്ന്. ഭഗവാന് സ്വയം അറിയില്ല ഞാൻ ഭഗവാനാണെന്ന്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലാണ് ഈ ശരിയായിട്ടുള്ള ഈ ലവിങ് എക്സ്ചേഞ്ച് ഉണ്ടാവുള്ളൂ. വൈകുണ്ഠത്തിൽ ഇല്ലാത്തത് അതാണ്. വൈകുണ്ഠത്തിൽ എല്ലാം വളരെ ബഹുമാനത്തോടു കൂടി ഭഗവാൻ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. അവിടെ ഒരുപാട് ഭക്തരുണ്ട്, എന്നാൽ അവിടെയുള്ളവരെല്ലാവരും ഹാപ്പിയാണ്. കാര്യം അവരുടെ ഹൃദയത്തിലെ ഭാവം അതാണ്, അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. എന്നാൽ വൃന്ദാവനത്തിലെ വ്രജവാസികളുടെ നമുക്കറിയാം, രാസലീല നടക്കുന്ന സമയത്ത് കൃഷ്ണൻ ഇടയിൽ അപ്രത്യക്ഷനാവും. ആ സമയത്ത് ഗോപികമാരൊക്കെ കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു. രാധാറാണിയും ഗോപികമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കൃഷ്ണനെ അന്വേഷിച്ച്. ഗോപിഗീതമൊക്കെ വിരഹത്തിൽ അവർ പാടുന്നത് നമുക്കറിയാം. അങ്ങനെ ഇവർ ഓടി ഓടി അവസാനം കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ പല മരങ്ങളുടെ പുറകിലൊക്കെ ഒളിച്ചൊളിച്ച് നിൽക്കുവാണ്. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി നിൽക്കും. ഇവർ വരുമ്പോൾ അങ്ങോട്ട് മാറും, വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? പതുക്കെ അദ്ദേഹം രൂപം മാറി ചതുർഭുജമൂർത്തിയായിട്ടുള്ള വിഷ്ണു രൂപത്തിൽ അദ്ദേഹം നിൽക്കുന്നു. വിഷ്ണു രൂപത്തിൽ കണ്ട സമയത്ത്, കാര്യം ഈ ഗോപികമാരെ എല്ലാ മരങ്ങളോടും ചെടികളോടും മൃഗങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, കൃഷ്ണനെ കണ്ടോ, ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാര്യം കൃഷ്ണൻ്റെ കാൽപ്പാടുകളും അവർ കാണുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് അവർ പുറകെ പോണത്. അതിൻ്റെ ഇടയിൽ ചെടികളോടും മരങ്ങളോടൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ ഇടയിൽ തുളസി ദേവിയെ കാണുന്നു, വൃന്ദാദേവി.
വൃന്ദദേവിയെ കാണുമ്പോഴും ചോദിക്കും, കശ്ചിത് തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയെ, ഗോവിന്ദൻ്റെ പ്രിയയായിട്ടുള്ള തുളസി, നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് ഞങ്ങളുടെ വേദന മനസ്സിലാവും. ഗോപികമാർ പറയുകയാണ്, അതുകൊണ്ട് സത്യം പറയണം, കൃഷ്ണൻ എവിടെയാണ് പോയത്, കണ്ടുവോ? തുളസി ദേവി പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ തപ്പി ഇവർ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ പുറകിൽ ചതുർഭുജമൂർത്തി വിഷ്ണു നിൽക്കുന്നു. ആക്ച്വലി കൃഷ്ണൻ തന്നെ വിഷ്ണു രൂപത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവിനെ കണ്ട മാത്രമേ എല്ലാ ഗോപികമാരും അവിടെ നമസ്കരിക്കും മുമ്പിൽ. ഓ ഭഗവാനെ നാരായണ എന്ന് വിളിച്ച് ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്, എൻ്റെ കൃഷ്ണനെ കണ്ടുവോ? നാരായണനോട് ചോദിക്കുകയാണ്, കൃഷ്ണനെ എവിടെയെങ്കിലും കണ്ടുവോ? എവിടെയാണ്? ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി, ഞങ്ങളെ എവിടെയാണ് പോയിട്ടുള്ളത്? അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തരാൻ സഹായിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, നാരായണൻ ഭഗവാനാണെന്ന് അവർക്കറിയാം. എന്നാലും അവർക്ക് കൃഷ്ണനോടുള്ള സ്നേഹം നാരായണനേക്കാൾ കൂടുതലാണ്. പരമദിവ്യത്വ പുരുഷനാണ് നാരായണൻ എന്ന് അവർക്കറിയാം. പക്ഷേ എന്നാലും കൃഷ്ണനോടുള്ള സ്നേഹം അതിനും അപ്പുറത്താണ്, അതിര് കവിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ, അവരുടെ ആ ഒരു ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള സ്നേഹം കണ്ടപ്പോൾ 4 കൈകളുമായിട്ട് ശംഖുചക്ര ഗദാപത്മവുമായിട്ട് നിൽക്കുന്ന കൃഷ്ണൻ വിറച്ചു തുടങ്ങി അവരുടെ സ്നേഹം കണ്ട്. അങ്ങനെ പതിയെ 4 കൈകളും 2 കൈകൾ ഉരുകി താഴോട്ട് പോയി, പിന്നെ സാധാരണ രൂപത്തിലായി. അങ്ങനെയാണ് ആ കൃഷ്ണൻ്റെ അവസ്ഥ. കാര്യം ആ സ്നേഹം, മോരപുത്ര മോരസഖ മോര പ്രാണപതി. അവിടെ വൃന്ദാവനത്തിലെ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ്. മോരപുത്ര, എൻ്റെ പുത്രൻ എന്നുള്ളൊരു ഫീലിംഗ് ആണ് മുതിർന്ന ഗോപികമാർക്കും ഗോപന്മാർക്കും മുതിർന്ന ഗോപന്മാർക്കും. മോരസഖ, കൂട്ടുകാർക്കുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. മോര പ്രാണപതി, ഗോപികമാർക്കുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ പ്രാണനാഥനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹം കൈമാറുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തി, യോഗമായ ശക്തി ഉപയോഗിച്ച് ഭഗവാൻ തന്നെ അവിടെ പല കർട്ടൻ ഇടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഭാര്യമാർക്ക്, ദ്വാരകയിലെ ഭാര്യമാർക്ക്, രാജ്ഞിമാർക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണൻ ശരിക്കും, കൃഷ്ണൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തികളും പരമദിവ്യത്വ പുരുഷൻ്റെ ആ ഒരു എല്ലാ ക്വാളിറ്റീസും ഒന്നും അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യം സ്നേഹം അവർക്ക് കൂടുതലായതുകൊണ്ട്. അവർക്ക് അവരുടെ ഹൃദയത്തിൽ സ്നേഹമാണ്, ഭർത്താവിനോടുള്ള സ്നേഹം. സോ അതാണ് ഇവിടെ പറയുന്നത്. അവർ വേറൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഭഗവാൻ, അപ്പോൾ ശിലപ്രഭുജി ഫൈനലി പറയുന്നു ഈ ഒരു ശ്ലോകത്തിൽ. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നു, ഞാൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്തരൊക്കെ ഒന്നില്ലെങ്കിൽ തടസ്ഥ ശക്തിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആന്തരിക ശക്തിയിലുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു കാരണവശാലും ബഹിരാംഗ ശക്തിയുടെ ആ ഒരു പിടിയിൽ വരുന്നവരല്ല. ബഹിരാംഗ ശക്തി എന്ന് പറഞ്ഞാൽ മായാശക്തി. ഭഗവാന്റെ രാജ്ഞിമാരാവണമെങ്കിൽ, പത്നിമാരാവണമെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ അവർക്ക് വേണ്ടത്? ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? അതിന് യോഗ്യത ഉള്ളവർക്കേ ആ ഒരു പൊസിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ബഹിരാംഗ ശക്തിയായിട്ടുള്ള മായാശക്തിയുടെ പിടിയിലുള്ളവരായിരിക്കില്ല അവർ. ഒന്നില്ലെങ്കിൽ ആന്തരിക ശക്തിയിലുള്ളവരായിരിക്കും, അതായത് ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ളവരായിരിക്കും, നിത്യസിദ്ധ ഭക്തരായിരിക്കും, അല്ലെങ്കിൽ തടസ്സ ശക്തിയിലുള്ളവരായിരിക്കാം. എന്നാലും, അതായത് ജീവാത്മാക്കൾ, എന്നാലും അവർ സാധനാസിദ്ധി നേടിക്കൊണ്ട്, ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് ഭഗവാന്റെ പത്നിയായിട്ടിരിക്കുന്നവരും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അപ്പോൾ അവർ ഒരു കാരണവശാലും താഴെയുള്ള അല്ലെങ്കിൽ മായശക്തിയുടെ പിടിയിൽ അവർ ഒരിക്കലും വരുന്നവരല്ല. അപ്പോൾ അങ്ങനൊരു കാര്യം കൂടെ പറയുന്നു. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. വൃന്ദാവനമാണെങ്കിലും ദ്വാരകയാണെങ്കിലും 2 കൂട്ടരുണ്ട് അവിടെ. അതായത് ഒന്ന് നിത്യസിദ്ധരായിട്ടുള്ളവർ. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ഭൗതിക ലോകത്തിലേക്ക് വരില്ല. അൺലെസ് ഭഗവാൻ ലീലകൾ ചെയ്യാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടെന്നാൽ മാത്രം അവർ വരും. അല്ലാതെ നമുക്ക് സംഭവിച്ച പോലെ ഭഗവാനുമായിട്ട് മാറി നിൽക്കുന്ന ഒരു സംഭവമില്ല അവർക്ക്. അവർ ഓൾറെഡി, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ശാശ്വതമായിട്ടും അവർ ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരുണ്ട്.
എന്നാൽ വേറെ കുറച്ച് കൂട്ടരുണ്ട്, ഈ നമ്മളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബദ്ധാത്മാക്കൾ, അവർ ഭക്തിയുത സേവനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള ക്വാളിഫിക്കേഷൻ ആയതിന് ശേഷം പോകുന്നവർ, അങ്ങനെയുള്ളവരെ വിളിക്കുന്നു സാധന സിദ്ധർ എന്ന്. അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അന്ന് നമ്മളെയും സാധന സിദ്ധരെന്ന് വിളിക്കും. കാര്യം സാധന ചെയ്ത് നമ്മളും സിദ്ധരാവുന്നു. പിന്നെ നമ്മൾ ആ നിത്യസിദ്ധരുടെ കൂട്ടത്തിൽ നമ്മളും ഇൻക്ലൂഡ് ആവും. ബിക്കോസ് നമ്മൾ പിന്നീട് നമുക്കും ഒരു വീഴ്ച സംഭവിക്കില്ല. യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ, കൃഷ്ണൻ പറയുന്നുണ്ട്. അതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പക്ഷേ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ബഹിരാംഗ ശക്തിയായിട്ടുള്ള മായാശക്തിയുടെ പിടിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭക്തി സേവനങ്ങളിലൂടെ രക്ഷപ്പെടാൻ നമ്മൾ നോക്കണം. അതിനുള്ള എല്ലാ മാർഗവും ഭഗവാനും ആചാര്യന്മാരും പറഞ്ഞു തരുന്നുണ്ട്. ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫൈനലി ശിലപ്രഭാജി ഈ ഒരു ഭാവാർത്ഥം അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ, ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാനൊന്നും ആർക്കും സാധിക്കില്ല എന്നുള്ളത്. ആ ഒരു പോയിന്റും അദ്ദേഹം പറയുന്നു. പിന്നെ ഭാര്യമാരും കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻ എല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ്, അല്ലാതെ ഭൗതിക തലത്തിലുള്ളതല്ല. ഇവിടെ ഈ നമ്മുടെ ലോകത്തുള്ള നമ്മുടെ ഇടയിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷനേ അല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഭാര്യ ഭർത്താവും എന്നല്ല, ഏത് റിലേഷൻ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, ആ റിലേഷനിൽ എല്ലാത്തിലും സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്, അല്ലേ? ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, പറയുമ്പോൾ, ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിലും, എത്രയും അടുപ്പം നമ്മുടെ റിലേഷനിലുള്ള ഒരാളാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഇഷ്ടക്കുറവുകൾ വരും, നല്ല അടുപ്പമുള്ളവർ ശത്രുക്കളായി മാറും. സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നു ഇതൊക്കെ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ സ്വാർത്ഥത. എല്ലാവർക്കും ഒരു സെൽഫിഷ്നെസ് ഉണ്ട്. എല്ലാവരും അവനവൻ്റെ ഫാൾസ് ഈഗോ, എല്ലാവരും അവനവൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടി ആണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാൽ ഭഗവാനും ഭക്തരും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയല്ല, അതെല്ലാം അതീന്ദ്രിയ തലത്തിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഹരേ കൃഷ്ണ. സോ നമ്മളും ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പോകാനുള്ള മഹാസൗഭാഗ്യം ഭഗവാൻ നമുക്ക് തരുമ്പോൾ, തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് നമ്മളും ഉയരും. ആ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് നമ്മളെ ഇവിടുന്ന് പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള യോഗ്യത നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. ശില പ്രഭുപാദ് കി ജയ്. ഓക്കെ, സോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ 11ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്തായാലും കുറച്ച് സമയം കൂടെ ഉണ്ട്. ഇനി എഗെയിൻ കുറച്ച് സ്റ്റോറികളൊക്കെ നമ്മൾ കാണാം. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ചാണ് ഇനിയുള്ള അധ്യായം പറയുന്നത്. അധ്യായം 12 പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ശ്ലോകം 1, അധ്യായം 12. ശൗനകോവാച. ശൗനക ഋഷി സൂതഗോസ്വാമിയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇനി നമ്മൾ കാണുന്നത്. ഓക്കെ, എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? പരീക്ഷിത് മഹാരാജനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസാ ഉത്തരായാഹതോ ഗർഭ ഈശേന ജീവിതാ പുനഃ. ഓക്കെ, ശൗനക ഉവാച. ഹരേ കൃഷ്ണ. ശ്രീ ശൗനക ഉവാച. അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീർഷോണുരു തേജസാ ഉത്തരായ ഹതോ ഗർഭ ഈശേന ജീവിത പുനഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീ ശൗനകുവാച. അശ്വത്ഥാംനോ ഉപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസാ ഉത്തരായ ഹതോ ഗർഭ
ഈശോനോ അജിജീവിത പുനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശൗനക ഉവാച അശ്വത്ഥാമ്നോപസൃഷ്ടേന ബ്രഹ്മശീർഷണോരു തേജസ ഉത്തരായാഹ ദോ ഗർഭ ഈശേനാ ജീവിത പുനഃ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒരാൾ വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വിവർത്തനമായി കിട്ടെ പ്രഭു എന്നാ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഹരേ കൃഷ്ണ. ശൗനകമുനി പറഞ്ഞു, അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ഭൈരവവും അലംഘ്യവുമായ ബ്രഹ്മാസ്ത്രത്താൽ പരീക്ഷിത് മഹാരാജാവിന്റെ മാതാവായ ഉത്തരയുടെ ഗർഭപാത്രം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പരമപുരുഷനായ ഭഗവാനാൽ പരീക്ഷിത് മഹാരാജാവ് സംരക്ഷിക്കപ്പെട്ടു. ശ്രീലപ്രഭുപാദ് ജയ്. ഭാവാർത്ഥം. നൈമിഷാരണ്യത്തിൽ സമ്മേളിച്ച മുനിമാർ പരീക്ഷിത് മഹാരാജാവിന്റെ ജനനത്തെ സംബന്ധിച്ച് സൂതഗോസ്വാമിയോട് ആരാഞ്ഞു. എന്നാൽ കഥാഖ്യാനവേളയിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗവും അർജുനനാൽ അശ്വത്ഥാമാവ് സൃഷ്ടിക്കപ്പെട്ടതും കുന്തിദേവിയുടെ പ്രാർത്ഥനകളും പാണ്ഡവർ ഭീഷ്മരെ ശരശയ്യയിൽ ദർശിച്ചതും ഭീഷ്മദേവന്റെ പ്രാർത്ഥനകളും അനന്തരം ഭഗവാന്റെ ദ്വാരകാ പ്രയാണവും അനുക്രമമായി വിശകലനം ചെയ്തു. ഭഗവാൻ ദ്വാരകയിൽ ഉപസ്ഥിതനായതും 16,008 രാജ്ഞിമാരോടൊപ്പം വസിച്ചതുമൊക്കെ ക്രമാനുസാരമായി കഥാരൂപത്തിൽ വർണ്ണിച്ചു. മുനിമാർ അവണ്ണമുള്ള വർണ്ണനയിൽ നിമഗ്നരായിരുന്നു. ഇപ്പോൾ അവർ ആദ്യം പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കയാൽ ശൗനക ഋഷി പരീക്ഷിത് മഹാരാജാവിന്റെ ജനനത്തെക്കുറിച്ച് സൂതഗോസ്വാമിയോട് ആരാഞ്ഞു. അങ്ങനെ അശ്വത്ഥാമാവിനാൽ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രത്തെ സംബന്ധിച്ച വിഷയം പുനരാഖ്യാനം ചെയ്യപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിക്കുകയാണ് ശൗനക ഋഷി. ഉത്തരാദേവിയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന പരീക്ഷിത് മഹാരാജാവിനെ അശ്വത്ഥമാവ് അദ്ദേഹം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ വന്ന് രക്ഷിച്ചു അല്ലേ. ഉത്തരയുടെ ഗർഭത്തിൽ കയറി പരീക്ഷത്തിനെ രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശീലപ്രഭുപാദി ഭാവത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ബ്രഹ്മാസ്ത്രം അശ്വത്ഥമ്മ വിടുന്നതും, അതേപോലെ തന്നെ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങൾ, ഭീഷ്മ പിതാമഹൻ്റെ പ്രാർത്ഥന, ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശൗനക ഋഷികൾ തിരിച്ച് പഴയ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അശ്വത്ഥാമാവിന് ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് പരീക്ഷത്തിനെ വധിക്കാൻ ശ്രമിച്ചതിന് ശേഷം നടന്നിട്ടുള്ള കാര്യം എങ്ങനെയാണ്. കാര്യം ആ ചാപ്റ്ററിൽ മുഴുവനും പറഞ്ഞിട്ടില്ല. രക്ഷിക്കുന്നതായിട്ട് പറയുന്നു, അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തിരിച്ച് ആ ഒരു സബ്ജക്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് നോക്കാം. ഇനി എന്താണ് പരീക്ഷിത് മഹാരാജനെ കുറിച്ച് അവർ ചോദിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ശ്ലോകം. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധാനം ച യഥാ വാസിത് സാ പ്രേത്യ ഗതവാൻ യഥാ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യഥൈവാസി നിധനം ച യഥൈവാസി സാ പ്രേത്യ. യഥാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വസുദേവായ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യദൈവാസീത് സ പ്രേത്യ ഗതവാൻ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യദൈവാസി സാ പ്രേത്യ ഗതവാൻ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യദൈവാസി സ പ്രേത്യ ഗതവാൻ യഥാ. ഹരേ കൃഷ്ണ. ഓക്കെ.
യെസ്, ഹരേ വിവർത്തനം കൃഷ്ണ. ഓം നമോ ദേവായ. തസ്യ ജന്മാ മഹാബുദ്ധേ കർമാണി ച മഹാത്മനാഃ നിധനം ചായദൈവാസീൽസ പ്രേത്യാഗതവാൻ യഥാ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. യെസ്, ഹരേ വിവർത്തനം കൃഷ്ണ. വായിക്കട്ടെ, വായിച്ചു വിവർത്തനം വായിക്കട്ടെ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വിവർത്തനം and ഭാവാർത്ഥം by Divine Grace A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. വിവർത്തനം. അതിബുദ്ധിമാനും മഹാഭക്തനുമായ പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചത് എപ്രകാരമാണ്? അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? മരണാനന്തരം അദ്ദേഹത്തിന് സംപ്രാപ്തമായതെന്ത്? ഭാവാർത്ഥം. പരീക്ഷിത് മഹാരാജാവിന്റെ പുത്രന്റെ കാലം വരെ പ്രപഞ്ചത്തിലെ ചക്രവർത്തിമാർ ഹസ്തിനാപുരത്തിലെ, അതായത് ഇന്നത്തെ ഡൽഹി, രാജാക്കന്മാരായിരുന്നു. മാതാവിന്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ മഹാരാജാവ് പരീക്ഷിത്ത് ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ആകയാൽ ബ്രാഹ്മണപുത്രന്റെ കുത്സിത ശാപം നിമിത്തം ഉണ്ടായേക്കാവുന്ന അകാല മൃത്യുവിൽ നിന്ന് അദ്ദേഹം നിശ്ചയമായും രക്ഷിക്കപ്പെടും. മഹാരാജാവ് പരീക്ഷത്തിന്റെ കിരീടാധാരണാനന്തരം കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിന്റെ ആരംഭ സൂചനയായിട്ടാണ് അതിബുദ്ധിമാനും മഹാഭക്തനും കർമ്മനിരതനുമായ പരീക്ഷത്തിനെ പോലൊരു മഹാരാജാവിന് ബ്രാഹ്മണ ശാപം ലഭിക്കാനിടയായത്. നിസ്സഹായരായ പ്രജകളുടെ സംരക്ഷകനാണ് രാജാവ്. മാത്രവുമല്ല, അവരുടെ ക്ഷേമവും സമാധാനവും സമൃദ്ധിയും അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിർഭാഗ്യവശാൽ ധർമ്മഭ്രംശം എന്ന കലിയുഗത്തിന്റെ ദുഷ്പ്രേരണയാൽ ഹതഭാഗ്യനായ ബ്രാഹ്മണപുത്രൻ നിരപരാധിയായ പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കാൻ നിയുക്തനാക്കപ്പെടുകയും അപ്രകാരം ശാപഗ്രസ്തനായ രാജാവിന് 7 ദിവസങ്ങൾക്കകം മൃത്യു വരിക്കാൻ തയ്യാറാകേണ്ടതായും വന്നു. വിഷ്ണു ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നവൻ എന്ന വിശേഷഖ്യാതി പരീക്ഷത്തിനുണ്ടെന്ന് മാത്രമല്ല, ബ്രാഹ്മണപുത്രനാൽ അനർഹമായി ശപിക്കപ്പെടുകയാൽ സ്വരക്ഷയ്ക്കായി ഭഗവത് കൃപയെ ഭയഭക്തി പുരസ്സരം അഭയം പ്രാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുവെങ്കിലും ഒരു ശുദ്ധ ഭക്തനാകയാൽ അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ശുദ്ധ ഭക്തൻ അനർഹമായ യാതൊരു ദാക്ഷിണ്യവും ഭഗവാനോട് അർത്ഥിക്കുകയില്ല. തന്റെ മേലുള്ള ബ്രാഹ്മണ ശാപം നീതിയുക്തമല്ലെന്ന് മറ്റെല്ലാവർക്കും എന്ന പോലെ പരീക്ഷിത് മഹാരാജാവിനും അറിയാമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്തെന്നാൽ കലിയുഗം ആരംഭിച്ചുവെന്നും ആകയാൽ നൈപുണ്യമുള്ള ഉന്നത കുലജാതരായ ബ്രാഹ്മണ സമൂഹത്തിന്റെ അധപതനം അതിന്റെ ആദ്യ സൂചനയാണെന്നും അദ്ദേഹത്തിന് ശരിക്കും അറിവുണ്ടായിരുന്നു. ആയതിനാൽ കാലപ്രവാഹഗതിയിൽ അനാവശ്യമായി ഇടപെടാൻ ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥമായും അത്യന്തം ആഹ്ലാദത്തോടു കൂടിയും മരണത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം സ്വയം തയ്യാറെടുത്തു. മഹാഭാഗവതനാകയാൽ മൃത്യുവരിക്കാൻ സ്വയം സജ്ജനാകാനായി അദ്ദേഹത്തിന് 7 ദിനമെങ്കിലും ലഭിച്ചു. അപ്രകാരം മഹായോഗിയും ഭഗവത് ഭക്തനുമായ ശുകദേവ് ഗോസ്വാമിയുടെ സംസർഗം മുഖേന അദ്ദേഹം ആസന്നമായ മരണത്തെ ഉചിതമാമിതം വിനിയോഗിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. സോ ഇവിടെ ചോദിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, ശൗനക ഋഷി പറയുന്നു, സൂത ഗോസ്വാമിയുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച്, അദ്ദേഹം എങ്ങനെ, അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച്, അതേപോലെ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനുശേഷം മരിച്ചതിന് ശേഷം അദ്ദേഹം എവിടേക്ക് പോയി എന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയ ഡെസ്റ്റിനേഷൻ എന്നുള്ളതും ചോദിക്കുന്നു. അപ്പോൾ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് ഭരിക്കുന്ന സമയമുണ്ടായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഭരണം കഴിഞ്ഞ് പരീക്ഷിത് മഹാരാജാവിനാണ് ഹാൻഡ് ഓവർ ചെയ്തത്. പരീക്ഷിത് മഹാരാജാവ് കുറേ വർഷങ്ങൾ ഭരിച്ചു. അന്നത്തെ കാലത്ത് ഹസ്തിനാപുരം എന്ന് പറയുന്നതായിരുന്നു ഈ ലോകത്തിലെ ക്യാപിറ്റൽ. ഈ ലോകം മുഴുവനും ഭരിച്ചിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ഈ ലോകം മുഴുവനും ഭരിച്ചിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ഇന്ത്യ മാത്രമല്ല, ചക്രവർത്തി സാമ്രാട്ടായിരുന്നു അദ്ദേഹം ഈ ലോകത്തിലെ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആലോചിച്ച് നോക്കൂ. അതുമാത്രമല്ല, നമ്മൾ കാണുന്ന ഭാരതഭൂമി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും ഒന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാം കൊണ്ടും എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഭഗവാൻ ലീലകൾ ചെയ്യുവാൻ വേണ്ടി അവതരിക്കുന്ന സ്ഥലം എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഭാരതവർഷമാണ്.
അതേപോലെ തന്നെ ഹസ്തിനാപുരമായിരുന്നു വേൾഡിലെ ക്യാപിറ്റൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം, അല്ലെങ്കിൽ ഭാരതവർഷം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിലെ കാര്യങ്ങളുമായിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ പോയി എല്ലാ വേദിക് കൾച്ചറുകളും നഷ്ടപ്പെട്ടു, അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പറയുമ്പോൾ ഒന്നുമില്ല നമുക്ക്. നമ്മുടെ സ്ട്രെങ്ത് ആയിരുന്നു വേദങ്ങൾ, നമ്മുടെ സ്ട്രെങ്ത് ആയിരുന്നു സനാതനധർമ്മം. അതാണ് ബ്രേക്കായത്. ബ്രിട്ടീഷുകാരും മറ്റുള്ളവരും വന്ന് ആദ്യം തന്നെ ബ്രേക്ക് ചെയ്തത് അതാണ്. അതിനെ ഇല്ലാതാക്കി, ആ വേദിക് കൾച്ചറെ ഇല്ലാതാക്കി. അതുകൊണ്ട് പിന്നെ നമ്മുടെ തകർച്ച തുടങ്ങി അന്ന് മുതൽ. ഇപ്പോൾ കാണുന്ന അഡ്വാൻസ്മെൻറ്റും ആകാശത്തിൽ മുട്ടുന്ന ബിൽഡിങ്ങും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതിലല്ല കാര്യമിരിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വർണ്ണാശ്രമധർമ്മം ഉണ്ടോ? അതാണ് വേണ്ടത്. ഇത് ഇല്ലെങ്കിൽ എല്ലാം മോശമാണ് ശരിക്കും. ഒരു തരത്തിലുള്ള വേദങ്ങളും അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു സമൂഹമാണ് നമുക്കുള്ളത്. ലോകം മുഴുവനും അങ്ങനെയാണ്. നിർഭാഗ്യം എന്ന് പറയാം. അപ്പോൾ ഇതിനൊക്കെ കലിയുഗത്തിനും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. തീർച്ചയായിട്ടും കലിയുഗത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷിത് മഹാരാജാവിൻ്റെ തിരോഭാവം നടക്കുന്നതും ഭാഗവതം ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതും കൃഷ്ണൻ്റെ ലീലകൾ നടന്നിട്ടുള്ളതും ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം അവസാനത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ തന്നെ നമുക്കറിയാം. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ഉടനെ കലിയുടെ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ചായിട്ട്. പിന്നീടാണ് ഇപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് റൂളിംഗ് കിട്ടിയതിന് ശേഷം കുറച്ച് കാലം കൂടെ. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാപരയുഗവും കലിയുഗത്തിൻ്റെയും സന്ധി സമയമാണ് ശരിക്കും. അതായത് ഒരു സന്ധി ഉണ്ടാവും. ഒരു യുഗം മാറി അടുത്ത യുഗം മാറുന്ന യുഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതങ്ങനെ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ അല്ല. അതൊരു സന്ധി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ സമയത്ത്. അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഏകദേശം ആ സമയത്ത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ശീല പ്രഭുജി കലിയുടെ ഇൻഫ്ലുവൻസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കലികാലം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. എന്നാൽ ദ്വാപരയുഗത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ കുറച്ച് ഉള്ള സമയം. അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ കാലത്ത് ഒരു കലിക്കും അവിടെ കയറാൻ പറ്റിയിട്ടില്ല. ദ്യൂതം, പാനം ഒന്നും മോശമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പരീക്ഷിത് മഹാരാജാവിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നു. കാര്യം അപ്പോഴും ദ്വാപരയുഗത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജകളെ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും അതേപോലെ സാധുജനങ്ങൾക്കും ഋഷിവര്യന്മാർക്കും ബ്രാഹ്മണർക്കും ഒക്കെ ഒരുപാട് സ്ഥാനം കൊടുത്തുകൊണ്ട്, പശുവിനെയും ബ്രാഹ്മണരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, സ്ത്രീജനങ്ങളെയും മുതിർന്നവരെയും കുട്ടികളെയും എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് പ്രജകളും അങ്ങനെയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് ഭൂമിദേവിയും ഹാപ്പി ആയിരുന്നു. എല്ലാം സുലഭമായിരുന്നു പരീക്ഷിത് മഹാരാജാവിൻ്റെ കാലത്താണെങ്കിലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലത്താണെങ്കിലും. എന്നാൽ അത് കഴിയുന്നു, അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ആ ഒരു സന്ധി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് ശരിക്കും. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കുന്നത് ശൃംഗി എന്ന് പറയുന്ന ബ്രാഹ്മണൻ കുട്ടി ആണ് ശപിക്കുന്നത്. അത് ശാപം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ചെയ്തതാണ് അവർ ശരിക്കും. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കാണും. മെച്യൂരിറ്റി ഇല്ലാതെ ചെയ്തു പോയതാണ്. ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചോദ്യങ്ങൾ ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തരമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. പരീക്ഷത്തിനെ പോലെ ഉള്ള ഒരു രാജാവ് ഇല്ല ലോകത്ത്. ശുദ്ധഭക്തനാണ് അദ്ദേഹം. നീ ചെയ്തത് വലിയൊരു അപരാധമാണ്, എൻ്റെ മകൻ ഇത്രയും വലിയൊരു കൊടും അപരാധം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അച്ഛൻ കരഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. പക്ഷേ ഒരിക്കൽ ശാപം കൊടുത്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. എന്നാൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. പരീക്ഷിത് മഹാരാജാവിന് വേണമെങ്കിൽ ആ ശാപത്തെയൊക്കെ അങ്ങോട്ട് ശപിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ പോയി
ഭഗവാന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ ഋഷിവര്യന്മാരുടെ അടുത്ത് പോയി ഈ ശാപത്തിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അദ്ദേഹം നേരെ ഭാഗവതം കേൾക്കാനാണ് പോകുന്നത്. അല്ലാതെ എനിക്ക് ശാപം കിട്ടി, എനിക്ക് ഈ ശാപത്തിൽ നിന്നൊരു മോചനം തരൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് പരീക്ഷിത് മഹാരാജാവ് ആരുടെ അടുത്തും ഓടിപ്പോയില്ല. നേരെ മറിച്ച് ആ ശാപത്തെ ധൈര്യത്തോടു കൂടിയിട്ട് അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഭഗവാന്റെ നിശ്ചയമാണ്, അതുകൊണ്ട് ഞാനത് ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ 100% വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബോധേഡേ ആയിരുന്നില്ല. അദ്ദേഹം ഈ ഒരു ശാപം കിട്ടിയ സമയത്ത് ഒന്നും പോയി ജസ്റ്റിഫൈ ചെയ്യാനോ ചെയ്ത് ശരിയല്ല എന്ന് പറയാനോ കൗണ്ടർ ചെയ്യാനോ ഒന്നിനും പോയില്ല. അദ്ദേഹം അത് സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹത്തിന് മനസ്സിലായി 7 ദിവസമേ ഉള്ളൂ സമയം എന്നുള്ളത്, മതി, 7 ദിവസമുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ 7 ദിവസം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ശുകദേവ ഗോസ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഗംഗാ തീരത്ത് അല്ലെങ്കിൽ യമുന തീരത്ത് പോയി ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഋഷിവര്യന്മാരുണ്ട്. ആ സമയത്ത് ശുകദേവ ഗോസ്വാമി അവിടെ കടന്നു വരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ചിട്ടുള്ളൊരു ഭക്തനെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹം ആ സമയത്ത് കൺസേൺഡ് ആയനെ, 7 ദിവസത്തിലും മരിക്കും. നമുക്ക് നമ്മളെ സംബന്ധിച്ച് 7 വർഷത്തിൽ മരിക്കും എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കിട്ടിയാൽ തന്നെ ടെൻഷനായി നമുക്ക്. 7 വർഷമുണ്ട് നമ്മുടെ കയ്യിൽ. എന്നാലും ആരും ഇതേപോലെ പരീക്ഷിത് മഹാരാജാവ് കാണിച്ചതുപോലെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്കതിന് സാധിക്കില്ല. നമ്മൾ 7 വർഷമുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ടെൻഷനായി ഉള്ള സമയം കൂടെ പോവും കയ്യിലത്ത്. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്, വളരെ ധൈര്യത്തോടു കൂടി നേരിട്ടു. അങ്ങനെ ശുകദേവ ഗോസ്വാമിയെ പോലുള്ള ഗുരുവിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് കേൾക്കുവാനും സാധിച്ചു. ശ്രീമദ് ഭാഗവതം അതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ. ഇനി അങ്ങോട്ട് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്കൊരു ശ്ലോകം കൂടെ നോക്കാം. കാര്യം ഈ ഒരു തീമിൽ വരുന്നതാണ്. അതിനുശേഷം സൂത ഗോസ്വാമിയുടെ ആൻസറാണ്. സൂത ഗോസ്വാമി റിപ്ലൈ പറയുന്നതാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട് ശൗനക ഋഷിക്ക്, അതും കൂടെ ചോദിക്കാം, അതുകൂടെ നോക്കാം. അപ്പോൾ ശ്ലോകം ഒരാൾ വായിച്ചാൽ മതി. ആ വായിക്കുന്ന ആൾ തന്നെ ഭാവാർത്ഥവും വിവർത്തനവും കൂടെ വായിക്കുക. തദ് ഇദം ശ്രോതുമിച്ഛാമോ ഗതിതും യദി മന്യസേ ബ്രൂഹീനാശ്രദ്ധാനാനാം യസ്യ ജ്ഞാനം മദാശുകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തദിദം ശ്രോതുമിച്ഛാമോ ഗതിതും യദി മന്യസേ ബ്രൂഹീനാ ശ്രദ്ധാനാനാം യസ്യ ജ്ഞാനാന മദാശുകഃ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ എസ്.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീലാ പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അതീന്ദ്രിയവും ആത്മജ്ഞാനപരവുമായ ജ്ഞാനം ശുകദേവ ഗോസ്വാമി ആർക്കാണോ പകർന്നു നൽകിയത് ആ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചുള്ളതെല്ലാം സാദരം ശ്രവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആകയാൽ ദയവായി ആ ശ്രദ്ധാ വിഷയത്തെ സംബന്ധിച്ചതൊക്കെയും അരുളി ചെയ്താലും. ഭാവാർത്ഥം. പരീക്ഷിത് മഹാരാജാവിന്റെ ജീവിതത്തിലെ അവശേഷിച്ച 7 ദിനങ്ങളിൽ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് അതീന്ദ്രിയ ജ്ഞാനം പകർന്നു നൽകി. ഉത്സാഹിതയായ വിദ്യാർത്ഥിയെ പോലെ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകദേവ് ഗോസ്വാമി പകർന്നു നൽകിയ ജ്ഞാനം ഉചിതാം വണ്ണം സ്വീകരിച്ചു. ശ്രീമദ് ഭാഗവതത്തിന്റെ അവണ്ണമുള്ള ആത്മാർത്ഥമായ ശ്രവണ കീർത്തനങ്ങളുടെ ഫലം ശ്രോതാവിനും ആലാപകനും തുല്യമായി ലഭിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി ഭക്തിയുത സേവന മാർഗങ്ങളിൽ എല്ലാമോ അല്ലെങ്കിൽ അവയിൽ ചിലതോ അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്നോ യഥാവിധം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാവർക്കും ഒരേപോലെ പ്രയോജനം ഉണ്ടാകുന്നു. ജപമെന്നും ശ്രവണമെന്നുമുള്ള ആദ്യത്തെ 2 പ്രധാന പ്രക്രിയകളുടെ അനുപേക്ഷ്യമായ അനുകർത്താക്കളായിരുന്നു മഹാരാജാവ് പരീക്ഷിത്തും ശുകദേവ് ഗോസ്വാമിയും. ആകയാൽ ഇരുവരും അവരുടെ സ്തുത്യർഹമായ യജ്ഞത്തിൽ വിജയികളായി തീർന്നു. അത്തരം അനുപേക്ഷ്യമായ ശ്രവണ കീർത്തനത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും അതീന്ദ്രിയ സാക്ഷാത്കാരം പ്രാപിക്കാനാവില്ല. ഈ കലിയുഗത്തിൽ കപട ആത്മീയ ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും അങ്ങേയറ്റം ഉയർന്ന രീതിയിൽ പരസ്യപ്പെടുത്തുന്നുണ്ട്. ഗുരുവിൽ നിന്നും ഉദ്ഭൂതമാകുന്ന വൈദ്യുത തരംഗങ്ങളിലൂടെ ഗുരു ആത്മീയ ശക്തി ശിഷ്യനിൽ പ്രവേശിപ്പിക്കുകയും ശിഷ്യന് ശക്തിയേറിയ ആഘാതം അനുഭവപ്പെടുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു.
ശിഷ്യൻ അബോധാവസ്ഥയിലായി തീരുകയും ഗുരു വിനിയോഗിക്കപ്പെട്ട തന്റെ ആത്മീയ ശക്തി ശേഖരത്തിന്റെ ശോഷണത്തിൽ പരിതപിക്കുകയും ചെയ്യുന്നു. ഈ യുഗത്തിൽ അത്തരം വ്യാജ പരസ്യങ്ങൾ തുടരുകയും സാധുക്കളായ സാധാരണക്കാർ അത്തരം പരസ്യങ്ങളുടെ ഇരകളായി തീരുകയും ചെയ്യുന്നു. ശ്രീ സുഖദേവ് ഗോസ്വാമിയുടെയും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ ശിഷ്യനായ പരീക്ഷിത് മഹാരാജാവിന്റെയും ഇടപെടലുകളിൽ അപ്രകാരമുള്ള യാതൊരു നാടോടി കഥകളും നാം ദർശിക്കുന്നില്ല. ഭക്തിയോടുകൂടി മഹർഷി ശ്രീമദ് ഭാഗവതം യഥാവിധി ആലപിക്കുകയും ശ്രേഷ്ഠനായ മഹാരാജാവ് അത് യഥോചിതം ശ്രവിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഗുരുവിൽ നിന്നും ജ്ഞാനം അഥവാ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന വേളയിൽ രാജാവിന് ഗുരുവിൽ നിന്നും യാതൊരുവിധ വൈദ്യുതാഘാതവും ഏൽക്കുകയോ രാജാവ് അബോധാവസ്ഥയിലായി തീരുകയോ ചെയ്തതുമില്ല. ആയതിനാൽ ആരും വേദജ്ഞാനത്തിന്റെ ചില കപട പ്രതിനിധികൾ പ്രചരിപ്പിക്കുന്ന പ്രമാണയുക്തമല്ലാത്ത പരസ്യത്തിന്റെ ഇരകളായി തീരരുത്. ഉത്സുകമായ ശ്രവണത്തിലൂടെ ശ്രീ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രീ പരീക്ഷിത് മഹാരാജാവിന് വേദജ്ഞാനം പകർന്നു ലഭിക്കയാൽ നൈമിഷാരണ്യത്തിലെ ഋഷിമാർ മഹാരാജാവ് പരീക്ഷിത്തിനെ കുറിച്ച് ശ്രവിക്കുവാൻ അങ്ങേയറ്റം ഉത്സുകരായിരുന്നു. അതീന്ദ്രിയവും ആത്മജ്ഞാനപരവുമായ ജ്ഞാനം സ്വീകരിക്കേണ്ടുന്ന ഏക മാർഗം ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ഗുരുവിൽ നിന്നുള്ള ഉത്കടമായ ഉത്സാഹപൂർണമുള്ള ശ്രവണമാകുന്നു. ഔഷധ സംബന്ധമായ അനുഷ്ഠാനങ്ങളുടെയോ അല്ലെങ്കിൽ അത്യത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്ന ഗുപ്തമായ യോഗാത്മക സിദ്ധികളുടെയോ മാസ്മര ശക്തിയുടെയോ യാതൊരു ആവശ്യവുമില്ല. പ്രക്രിയ അതിലളിതമാണ്. എന്നാൽ ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമേ അഭികാമ്യമായ ഫലം ലഭിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശൗനക ഋഷി ചോദിക്കുന്നു, ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച്. ആ ശുകദേവ് ഗോസ്വാമി വരിഷ്ഠനായിട്ടുള്ള ഭക്തനായ ശുകദേവ് ഗോസ്വാമി അതീന്ദ്രജ്ഞാനം പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ശൗനക ഋഷി പറയുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ നമുക്ക് കാണാം പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമി, അതായത് ശ്രവണത്തിൻ്റെ ഗുരു ആണ് പരീക്ഷിത് മഹാരാജാവ്. അതേപോലെ കീർത്തനത്തിൻ്റെ ഗുരുവാണ് ആര്? ശുകദേവ് ഗോസ്വാമി. അപ്പോൾ രണ്ടുപേരും ഈക്വലി അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കാര്യം രണ്ടുപേരും ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ശ്രവണം എന്ന് പറയുമ്പോൾ പരീക്ഷിത് മഹാരാജാവിനെയാണ് ഓർക്കുക. അതേപോലെ കീർത്തനം എന്ന് പറഞ്ഞാൽ ശുകദേവ് ഗോസ്വാമി കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിർത്താതെ ശ്രീമദ് ഭാഗവതം ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരീക്ഷിത് മഹാരാജാവ് അതേപോലെ തന്നെ 7 ദിവസം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. പെർഫെക്റ്റ് ലിസണർ, പെർഫെക്റ്റ് സ്പീക്കർ ആണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ശീലപ്രഭുജി പറയുന്നതാണ്, ഇതാണ് രണ്ടുപേരും സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണ്. ശ്രവണത്തിൻ്റെ പ്രത്യേകത, ശ്രവണത്തിൻ്റെയും കീർത്തനത്തിൻ്റെയും ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എത്രമാത്രം പവർഫുള്ളാണ് കീർത്തനം, എത്രമാത്രം പവർഫുള്ളാണ് ശ്രവണം എന്നുള്ളത്. നമ്മുടെ പരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെക്കുറിച്ച് പറയുന്നതും ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഒക്കെ. ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം നവവിധ ഭക്തിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ചും ആദ്യത്തെ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് സാധകരെ സംബന്ധിച്ച്. അവിടെയാണ് നമ്മൾ നല്ല രീതിയിൽ അത് കേൾക്കുന്ന കാര്യങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പരിവർത്തനങ്ങളും ഉണ്ടാവും. ഒരുപാട് പവർഫുള്ളാണത്. അതാണ് പറയുന്നത് ശ്രവണത്തെക്കുറിച്ചും കീർത്തനത്തെക്കുറിച്ചും. പിന്നെ വേറൊരു കാര്യം കൂടെ ശിലപ്രഭുജി പറയുന്നു. സാധാരണ ഈ ലോകത്ത് പലതും നമ്മൾ കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള റിലേഷനെ കുറിച്ച്, അതായത് അതീന്ദ്രിയ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഷോക്കടിക്കുന്ന പോലെയൊക്കെ ബോധം പോകുന്നു കാര്യങ്ങളൊക്കെ. അങ്ങനെ പല കാര്യങ്ങളും നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചുറ്റും. ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയായിരുന്നില്ലേ? ഷോക്കടിച്ച് അദ്ദേഹത്തിൻ്റെ ബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പരീക്ഷിത് മഹാരാജാവിന്. അദ്ദേഹം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ വാക്കുകളും ശ്രദ്ധയോട് കൂടി അദ്ദേഹം കേൾക്കുമായിരുന്നു. അതാണ് അപ്പോൾ ആക്ച്വൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ആധികാരികമായിട്ടുള്ള
ഗുരുവും ആധികാരികമായിട്ടുള്ള ശിഷ്യനും പോലെയാണ്. അതിനുള്ള നല്ല എക്സാമ്പിളാണ് ഇവർ രണ്ടുപേരും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ശിലപ്രഭാജി പറയും, നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്ന ശൗനക ഋഷിയുടെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് സാധുക്കൾ അവിടെയുണ്ട് ശൗനക ഋഷിയുടെ കൂടെ. അവരെല്ലാവരും ഒരേപോലെ ശ്രവണത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്, കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുകയാണ്. അതാണ് ശിലപ്രഭാജി പറയുന്നത്, ഈ ശ്രവണമാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ശുദ്ധ ഭക്തരിൽ നിന്ന്, ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം കേൾക്കുകയാണെങ്കിൽ, അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അത് കേട്ട് അത് നമ്മൾ പ്രോപ്പർലി നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ആചരിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആത്മാർത്ഥത വേണം എന്നുള്ളത് ശിലപ്രഭാജി നമ്മളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രോസസ്സ് വളരെ ലളിതമാണ്, സിമ്പിളാണ്. പക്ഷേ അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ലോ ആവും. കാര്യം നമുക്ക് സമയമില്ല, നമുക്ക് ആർക്കും ടൈമില്ല, സമയമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ശരീരം നമുക്ക് നഷ്ടപ്പെടും, നമുക്കറിയില്ല. പരീക്ഷിത്ത് മഹാരാജാവിന് നോട്ടീസ് കിട്ടി 7 ദിവസം എന്നുള്ളത്, നമുക്ക് 7 മണിക്കൂർ പോലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എന്തും. സോ നമ്മൾ റെഡി ആയിട്ടിരിക്കണം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, പ്രഭുപാദി ഓർമ്മിപ്പിക്കുന്നു വീണ്ടും, സിമ്പിളാണ് പ്രോസസ്സ് എല്ലാം, വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയയാണ്. പക്ഷേ അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് കേൾക്കുന്ന ആളും പറയുന്ന ആളും ഒക്കെ ഉണ്ടെങ്കിൽ, ശ്രവണവും കീർത്തനവും ചെയ്യുന്നവർ സിൻസിയറായിട്ടാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിന് വേണ്ട റിസൾട്ട് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജായ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജായ്, സമവേദ ഗൗര ഭക്തവൃന്ദ കി ജായ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. താങ്ക് യു.